ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പിന് പോവാന്ന് പറയുന്നത് കുഞ്ഞുപട്ടി, എൻ്റെ കുഞ്ഞുപട്ടി ആകെ നാളെ വെയിറ്റ് ചെയ്യാൻ വരും. എന്നിട്ടാണ് ഈ കുഞ്ഞുപട്ടിയുടെ പ്രസനം. ഓക്കെ, നമുക്ക് എല്ലാവരെയും പിന്നെ മീറ്റ് ചെയ്തിട്ട് ബാക്കി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈ. സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ ഇവിടുത്തെ കുറച്ച് വ്യൂ കാണിക്കാം. ട്രെയിനിന് വെളിയിലോട്ട് നോക്കുമ്പോൾ ഹവേഴ്സൂടെ നമ്മളിങ്ങനെ ട്രെയിനിനകത്ത് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. തന്നെ പോകുമ്പോഴായിരിക്കും നമുക്ക് ബോറടിക്കുക. ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോൾ നല്ല ചിന്തിയിൽ നമുക്ക് എല്ലാവരും സംസാരിച്ചൊക്കെ പോകാൻ പറ്റും. പിന്നെന്താ, കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ റോക്സ്ഫോയിൽ എത്തി. പിന്നെ ഞങ്ങളിനി ഇവിടുന്ന് ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ റെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടോട്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ് ഫ്രണ്ടിലോട്ട്. അപ്പം നിങ്ങളെ കുറച്ച് ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ നിൽക്കാനെടുത്ത അപ്പാർട്ട്മെന്റ്. ഇത് കയറി വരുമ്പോൾ ഒരു കിച്ചൺ, പിന്നെ ഹാള്, പിന്നെ ആണെങ്കിൽ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ബെഡ്റൂം, പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ടാണ് ബാത്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, പിന്നെ ഇത് ഒരു ചെറിയൊരു ബെഡ്റൂം പോലെ. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു ബാൽക്കണി കാണാം. പക്ഷെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞ കീഴുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ കയറി ഒന്ന് ഫ്രഷപ്പ് ആയപ്പോഴത്തേക്ക് ഇരുട്ടായി. അത് ഇപ്പം സമയം ആകെ 4:52 അങ്ങണ്ടായുള്ളൂ. പക്ഷെ നല്ലോണം ഇരുട്ടായി. ഇനി ഞങ്ങൾ ഇവിടുത്തെ ഓൾഡ് ടൗണിലോട്ട് കാണാൻ പോകും. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം. എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുന്നതും ഒക്കെ ഞാൻ കാണിക്കാം. അങ്ങനെയാണ്. ഓക്കെ, എല്ലാ കടകളും ക്ലോസ് ആണ്. ഇവിടെ ക്രിസ്മസ് അല്ലേ. അപ്പം ഞങ്ങൾ ബദ്രോക്ക് നല്ല സാധനം വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്ത് അങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരു ഓൾഡ് ടൗൺ പോലെ ഉണ്ട്. അവിടെ പോയി കാണണം. അങ്ങനെയൊക്കെ സെറ്റാക്കാം. അവർക്ക് കച്ചവടം നടക്കുന്നത്.
ആകാശാണ് ഗൈസ് പറഞ്ഞത്. മറ്റേ അവനെ ഞങ്ങളാണെങ്കിൽ ഇവനും പറഞ്ഞു എന്നോട് മൂഞ്ചിട്ടുണ്ട്, നന്നായിട്ട് മൂഞ്ചിട്ടുണ്ട്. ലാംഗ്വേജ് ഉള്ള പിള്ളേരെ നല്ല രീതിയിൽ ഞങ്ങൾ ചമ്മിട്ടുണ്ട്. പറയട്ടെ, ഇവൻ എന്നോട് വന്നു മൂഞ്ചി ചമ്മി. പറയാനോ എന്തായിരുന്നു പ്രശ്നം? സംഭവം എന്താന്ന് വെച്ചാല് ഞങ്ങള് വന്നപ്പോളെ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്നെ കുറ്റം പറയണല്ലേ? ഇവൻ എന്നെ കൊണ്ട് പറഞ്ഞു ക്രാക്കോയിൽ പോവാൻ. സ്ഥലം പഠിച്ചു കുട്ടി, സ്ഥലം പറയില്ല. ഇവൻ പറയുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ 18 സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഒരു കടയില്ല ക്രിസ്മസ് ആയിട്ട്, പച്ചവെള്ളം കുടിക്കയില്ല. KFC കയറിയിട്ട് റീഫില്ലൊക്കെ അടിക്കണേ ബെല്ലൈക്കൺ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇത്രയും പ്രാരാധം പിടിച്ച ആകാശിന് ഫുൾ ടൈം ചാത്തന്മാരെന്തോ കൊണ്ടുവരുമെന്നാണ് ആകാശ്. ചാത്തന്മാരുണ്ടോന്നില്ല, എല്ലാ ചാത്തന്മാരും കൊണ്ടുവരും. എവിടെ ഇന്ത്യൻ സ്റ്റോറോടാ? ഇന്ത്യൻ സ്റ്റോറൊക്കെ ചാത്തന്മാർ കൊണ്ടുവരും. ഞാൻ അതുകൂടെ അടച്ചു കഴിഞ്ഞാൽ ഇന്ന് പട്ടിണി. ഇത് ഞങ്ങൾക്ക് ഫുഡ് കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വ്ലോഗ് ഇടത്തില്ല. എനിക്ക് വേണ്ട പഴം. അപ്പൊ ചേച്ചിയുടെ കൂടെ നമുക്ക് ചേട്ടാ എനിക്ക് പഴം വേണ്ട. എന്റെ നല്ലൊരു ഫോട്ടോ നല്ലൊരു വീഡിയോ നല്ല മാനിയായിട്ട് ചേട്ടാ നമുക്ക് ആദ്യമായിട്ട് ചേട്ടാ കിട്ടിയോ? ആ കിട്ടി. ഇങ്ങനെയാണ് മേലെ അത് പൈസ. ഇന്ന് ഡേ 2. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ക്രിസ്മസ് കാരണം എല്ലാ കടകളും മിക്ക മെജോറിറ്റി ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇന്നലെ അങ്ങനെ ക്ലോസ് ആയി കാരണം ഞങ്ങളിനി പോവായിരുന്നു. ഇതാണ് ഇന്ന് രാവിലെ എല്ലാവരും ഒരുങ്ങി രാവിലെ അപ്പാർട്ട്മെൻറ്റിൽ ചെക്കൗട്ട് ചെയ്തു. മാളു ഭയങ്കര വെയിലാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ കോഫി കുടിച്ചു. ഞാൻ കുടിക്കാറില്ല കോഫി, ഇവരെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുമല്ലോ. നമ്മളിനി വായി നോക്കാൻ പോകും. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോണു. ഗൈസ് അത് രാവിലെ സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോൾ ഞങ്ങൾ പുലർച്ചെ ആയിരുന്നു തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവരെ വാതുറപ്പിക്കാത്ത കാര്യം. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങൾ ഇന്ത്യൻ സഞ്ചാരത്തിന്റെ ഇന്നത്തെ യാത്ര വനവീതിയിലൂടെയുള്ള യാത്രയിലൂടെയാണ് ഗൈസ്. ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചെന്നു അല്ല എന്നൂടെ കാണിക്കാം. ചുവന്ന നമ്മൾ ക്രോസ്
അവനിങ്ങനെ വണ്ടി ഓടിക്കുന്ന കാല് ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോയി അവിടെ TTR ഒക്കെ ഉണ്ടോ നോക്കട്ടെ. ഈ പെട്ടി വെക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ട്രെയിനൊക്കെ ഓടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാ. അതെ ഗൈസ് ഞങ്ങൾ ഊട്ടി വൈബാണ്. ഒരു കാജാ വീഡിയും കൂടെ കിട്ടിയാ ഇരുന്ന് വലിക്കായിരുന്നു. തമാശ തമാശ. ഇവനും പത്തനംതിട്ടയിൽ നടന്ന് അടിമ അടിമ അരിമ. സോറി ഗൈസ്, എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള മാമന്മാർക്കും മാമിമാർക്കും ഹായ്. ചേച്ചിമാർക്കും ഹായ്. ഹായ്. ഞങ്ങളിവിടെ ഊട്ടി കൂടെ നടക്കുകയാണ്. എന്നയ്യാ എൻ്റെ മോഹം മാത്രം കാണാൻ നിങ്ങൾക്ക് ബോറടിച്ചാലും ഗൈസ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. നമ്മുടെ കൂടെ ലോക്കർ റൂം തപ്പാൻ പോവാണ് ഗൈസ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് മാളും ഉണ്ട്, നമ്മുടെ യൂട്യൂബർ ഉണ്ട്. നമ്മുടെ ആകാശിനെ കാണാനില്ല, അവനെ ആരോ പിടിച്ചോണ്ട് പോയി, തപ്പി പിടിച്ചെടുക്കണം. അവനാണ് ഞങ്ങളുടെ ഗൈഡാണ്. ഒരു തേങ്ങ അറിയില്ല, ഗൂഗിൾ മാപ്പാണ് ഉടായിപ്പ്. ഗൈസ് നമ്മളിപ്പോൾ ഇന്നലെ വന്ന സ്ഥലത്ത് നമ്മൾ ഇന്നും എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വേറെ എങ്ങും കറങ്ങാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട്. നോക്ക്, കല്ലിട്ട് പാകിയ റോഡ്, അച്ചാമാര്, അച്ചാമാര്, അമ്മച്ചിമാര്, ചേച്ചിമാര്. ബിൽഡിംഗ് കാണിക്ക്, ബിൽഡിംഗ് കണ്ടോ? ഭയങ്കര രസമില്ലേ കാണാൻ? ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ശ്രീ രാജവേലപ്പ അയ്യ ഇവിടുത്തെ ഭരണഘടന എഴുതി മാറ്റി വെച്ചപ്പോ തൊട്ട് മുക്കിന് കുട്ടിച്ചാത്തന്മാരുണ്ട്. അതേ ഒന്ന്. അതിന്റെ മെയിൻ സംഭവം എന്താന്ന് വെച്ചാല് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പരശുരാജയും ശ്രീ മാർത്താണ്ഡവർമ്മയും കൂടെ എന്തോ ചെസ് കളിയിൽ എന്തോ വിഷയമായിട്ട് നീ കുട്ടിച്ചാത്തനാടാന്നും പറഞ്ഞുള്ള പേരിൽ ഇവിടെ കുറെ പ്രതിമകൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ദീപു അങ്ങനെ പലതും പറയുന്നത് ഇതൊക്കെ കാണിക്കാം. ഇവിടുത്തെ ട്രാം ഇതാണ് ഗൈസ്. ഇവിടുത്തെ ട്രാം. ഞങ്ങള് ഇവിടെ കുറച്ച് ബിൽഡിങ്ങില് വാർസോയിലുള്ള ഹോട്ടൽ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മനുഷ്യരൊക്കെ നല്ല മനുഷ്യരാണ്. ചിരിക്കുന്നു. ഗൈസ് ഇവിടെ മനുഷ്യൻ സൈക്കിളിൽ നിന്നാണ് പോകുന്നത്, കണ്ടില്ലേ ഗൈസ്? ഇത് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ നല്ല വിശാലമായ ഒരു ബിൽഡിംഗ് എൻ്റെ ഫ്രണ്ടിൽ കാണാം. നമുക്ക് നല്ലൊരു കുട്ടിയാണ്. അതൊന്നും വിഷയമൊന്നുമില്ല. ഏത് ഞാൻ എടുക്കട്ടെ, മാറാം. നിങ്ങൾ മുന്നേ നടക്കും. ഇവിടെ ജെറ്റ് മഴയാണ്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് ആണ്. അധികം തിരക്കില്ല, എന്നാൽ തിരക്കുണ്ട്. നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കടകളിൽ ഫുഡൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ എന്നത് കണ്ടാൽ പറയത്തില്ല, ചെറിയൊരു മാളാന്ന് തോന്നും, പക്ഷേ മാളല്ല. നമ്മുടെ ആൾക്കാരെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ ലോക്കർ സെറ്റപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നു. നമുക്ക് ലോക്കർ നമ്മൾ വെക്കാൻ വേണ്ടി പോകും. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഇന്ന് ഹോളിഡേ ഒക്കെ കഴിഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാം തിരിച്ച് അവർ പോയിട്ട് വരുന്നവരുണ്ട്, പോകുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്, പണിക്ക് പോകുന്നവരുണ്ട്, അങ്ങനെ ഹോളിഡേക്ക് പോകുന്നവരുണ്ട്. ഇതാണ് ലോക്കർ സെറ്റപ്പ്. ഗൈസ് നമ്മുടെ ലോക്കർ സെറ്റപ്പ് ഇവിടെയാണ്.
നമ്മളിവിടെ നമ്മുടെ ലോക്കറിൻ്റെ നമ്പരും പറഞ്ഞ് ക്യാഷ് അടയ്ക്കണം. അപ്പോൾ നമുക്കത് ഓപ്പൺ ആയിട്ട് കിട്ടും. നമ്മുടെ ലോക്കർ നമ്പർ 16 ആണ് ഗൈസ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പൊട്ടപ്പെട്ടി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആ സൂപ്പർ. എല്ലാവരും പെട്ടി വെക്കുന്നു ഗൈസ്. ഞങ്ങൾ പെട്ടിയൊക്കെ വെച്ചിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ വെച്ച് കീയൊക്കെ എടുത്ത് ഓൾ സെറ്റായിട്ടുണ്ട്. യെസ് ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ ട്രിപ്പ് ഇന്നത്തെ ഓൺ ആകുവാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഒന്ന് മ്യൂസിയത്തിലോട്ടോ അക്വേറിയത്തിലോട്ടോ ആയിരിക്കും നമ്മൾ ആദ്യം പോകുന്നത്. ഓ ഗൈസ്, ഞങ്ങൾ ഇടിച്ചു. നമുക്ക് ഫുഡ് കഴിക്കണമെന്ന് എരി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഗൈസ്. എന്തെങ്കിലും എരി എടുക്കണം ഗൈസ്. നമ്മളപ്പോൾ എരി എടുക്കാൻ പോവാണ്. വല്ല ഇന്ത്യൻ സ്റ്റോറിലായിരിക്കും നമ്മൾ മിക്കവാറും ഇന്ന് എരി എടുക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോകുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ട ഒരു ബിൽഡിംഗ് ആണ്. ഇത് പഴയ കാലത്തെ ബിൽഡിംഗ് ആണ്. അതെ, നല്ല അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം കുറേ നല്ല നല്ല പഴയ ബിൽഡിംഗ്. ഇതൊക്കെ 2ാം ലോക മഹായുദ്ധത്തിന് മുൻപേ വേണ്ടേ, എന്നാൽ അതിന് ശേഷമുള്ളതാണ്. ഗൈസ്, ഇതിനൊന്നും അധികകാലം പഴക്കമൊന്നുമില്ല. ഒരു 100 കൊല്ലം ഇല്ല അതിന് മേലും എല്ലാം കാണത്തുള്ളത്. അമ്പരാനറിയാം, ഞാനങ്ങ് വിടുക. കുഴപ്പമില്ല, തരക്കേടില്ല. ഭയങ്കര കൽപ്പണിയൊക്കെ കണ്ടില്ലയോ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കിയ ഗൈസ്, വിഷയം തന്നെ. അതൊക്കെ എങ്ങനെയാണെന്ന് തമ്പുരാനറിയാം. ഗൈസ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ വന്നു ഗൈസ്. നമ്മളങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്ന് നല്ല ഇന്ത്യൻ മസാലയുടെ മണമൊക്കെ ഉണ്ട്. ഫുഡ് വെള്ളത്തില്ലെങ്കിൽ കാണാം ഗൈസ്. ഇവിടെ പോളിശ്ശേരിയും വരാറുണ്ട് ഗൈസ്. നോക്കൂ, ഒരു ഇന്ത്യൻ ആംബിയൻസ് കിട്ടാനാണെന്ന് തോന്നുന്നു. കുറേ ഹിന്ദി പടങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓർഡർ എടുക്കാൻ വരുമെന്ന് തോന്നുന്നു. അവരെ എന്തൊക്കെയാണ് എൻജോയ് ചെയ്യുന്നു. ചോറും സാമ്പാറും പരിപ്പും. ചോറും സാമ്പാറും ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇതാണ് അടുത്ത കിച്ചൺ. ലൈവ് കിച്ചണാണ് ഗൈസ്. ഞങ്ങളെന്താ മെനു ഒന്ന് നോക്കട്ടെ. ഗൈസ്, ഒരു അടിപൊളി മെനു കാർഡുണ്ട് ഗൈസ്. നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന്. പോളിഷിലായതുകൊണ്ട് എല്ലാം എഴുതിയിട്ടുണ്ട്. നല്ല വിലയാണ് ഗൈസ്, നല്ല വിലയുണ്ട് ഗൈസ്. ഈ ഹോട്ടലിവിടെ അധികകാലം നിന്നത് തന്നെ. ഇവർക്കൊക്കെ ആയിരിക്കും ഗൈസ്, നമുക്കാണിത് കൂടുതൽ ഗൈസ്. മെനു ഒക്കെ പോസ്റ്റ് ചെയ്ത് വായിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഇനി വരാം. അങ്ങനെ ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി, ദെൻ 2 റൈസ്, 1 ചിക്കൻ കറി, ദെൻ റെഡ് ടിക്ക, കേരള ഫിഷ് കറി എന്നൊക്കെ പറയുന്നു. കഴിക്കാം, സ്റ്റാർട്ടറാക്കി. അങ്ങനെ ചിക്കൻ കറി വന്നു, പിന്നെ നാൻ വന്നു. എത്ര നാൻ ഓർഡർ ചെയ്തേ? എന്നിട്ട് ചോറ്. ബിരിയാണി വന്നില്ല. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഇലൂഷൻ മ്യൂസിയത്തിലോട്ട് പോവാണ് ഗൈസ്. ഞങ്ങൾ നന്നായിട്ട് കഴിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ട്. ബിരിയാണിയെ പറ്റി പറയുമായിരുന്നെങ്കിൽ മോശമായിരുന്നു, മീൻകറിയെ പറ്റി പറയുമായിരുന്നെങ്കിൽ മോശമായിരുന്നു. പക്ഷേ ചിക്കൻ കറി കൊള്ളാന്ന് 1-2 കഴിച്ചു. പിന്നെ വയറടിച്ച് ഞങ്ങൾ നിറച്ച് ബാക്കി ഞങ്ങൾ എഴുതിയിട്ട് പറഞ്ഞു കേരള കറി വിത്ത് ഫിഷ് എന്ന് ഞങ്ങൾ പറഞ്ഞു ഓർഡർ ചെയ്തു. അതപ്പം ഫിഷ് കറിയാന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ എന്തോ ഒരുമാതിരി ഡാരി കറിക്കകത്ത് മീൻ വേവിച്ചിട്ട പോലെ. വെന്ത മീൻ ചുമ്മാ മസാല. ഈ ട്രാമാണ്, ഞങ്ങൾ ഈ ട്രാമിന് കയറി പോകണം. അവിടുത്തെ കാഴ്ചകൾ ഗൈസ്, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. കുറച്ചുകൂടി നടക്കാനുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബാക്കി കാണിക്കുന്നതായിരിക്കും. പോകുന്ന വഴി കാണിച്ചു തരാം.
ഞങ്ങൾ ഡെസ്റ്റിനേഷനായ മ്യൂസിയത്തിലോട്ട് എത്തിയിരിക്കുന്നു. ഇവിടെ മ്യൂസിയം എഴുതിയിട്ടുണ്ട്. ഇവിടെ കയറുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ടാഗ് ചെറിയൊരു സാധനത്തെ ഇങ്ങനെ കാണിച്ചു രസമായിട്ടുണ്ട്. ഇങ്ങോട്ടോ ഇത് വേറെ പലതും ഉണ്ട് കാണിക്കാതെ. പിന്നെ രണ്ടാമത്തെ
അതിൻ്റെ അപ്പുറം വരെ ഇതായി രസമുണ്ടല്ലേ? എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. ശരിയാ. ചോപ്പാ വലുത്. യെല്ലോ. മരം ഭയങ്കര ഉണങ്ങി കരിഞ്ഞ പോലെ നിൽക്കുന്നു. ഇവിടോട്ട് പോകുമ്പോൾ മരം നല്ല പൂത്ത്. അയ്യോ അങ്ങനെയല്ല കഴിച്ചു. ഇത് വിന്റർ, ഓട്ടം, സമ്മർ അതാണ് സീസൺ. കാണിച്ചത് കണ്ടോ? സെക്കൻഡ് കണ്ടോ? ചേരുന്നില്ല ഇങ്ങനെ അങ്ങോട്ട് അത് നീക്കി വെച്ച മാവിൻ്റെ റൂമിലോട്ട്. എന്താണെന്ന് വെച്ചാൽ
അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ജേർണി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളിനി മെട്രോ അല്ല ട്രെയിനിന് വേണ്ടി പോവാണ്. ദീപുവിനെ കണ്ടുപിടിക്കണം. ഈ ഒരു ഇതിൽ എവിടെയോ പോയിട്ടുണ്ട്. ഞങ്ങള് അതിലും എന്താന്ന് വെച്ചാൽ തണുത്തിട്ട് എനിക്ക് വയ്യ. തെർമലൊന്നും ഇതാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ.